സലാലയിലെ കെയർ ക്ലിനിക്കിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു ഷെബിൻ. ദോഫർ ക്ലബിന് സമീപത്തെ ഫ്ളാറ്റിലാണ് കൊല ചെയ്യപ്പെട്ടത്. ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ തമ്പിയും കുടുംബവും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പെരുമ്പാവൂരിലാണ് താമസം. ഷെബിന് 2 സഹോദരിമാർ കൂടിയുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി വിവരങ്ങൾ ചോദിച്ചറിയാൻ വിളിപ്പിച്ച ഭർത്താവ് ജീവ സെബാസ്റ്റ്യനെ പോലീസ് ഇതുവരെ വിട്ടയച്ചിട്ടില്ല. സുൽത്താൻ കാബൂസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചുവെന്നാണ് അറിയുന്നത്. അതേസമയം മൃതദേഹം എന്നത്തേക്ക് നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നതിൽ ഇതുവരെയും വ്യക്തതയായിട്ടില്ല. പ്രതികൾക്കായി വ്യാപക അന്വേഷണം നടക്കുന്നതായി സൂചനകളുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ നിരവധി ആളുകളെ കൊണ്ടുപോയി വിരലടയാള പരിശോധന നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ സലാലയിൽ കൊല്ലപ്പെടുന്ന 3ാമത്തെ മലയാളി കുടുംബിനിയാണ് ഷെബിൻ. 2 മൂവാറ്റുപുഴ സ്വദേശികളുടെ ദുരൂഹ മരണവും ഇക്കാലയളവിലുണ്ടായി. മലയാളി സ്ത്രീകളെ കൊലപ്പെടുത്തിയ കേസിൽ 1 മാത്രമാണ് പ്രതിയായ യമൻ വംശജൻ പിടിയിലായത്. മീഡിയ 1 സലാല.